നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. പോർച്ചുഗീസ് ഇതിഹാസമായ പെപ്പെ കഴിഞ്ഞ ദിവസമാണ് പ്രൊഫഷണൽ ഫുട്ബോൾ കരിയറിന് വിരാമം കുറിച്ചത്. 41-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഇപ്പോൾ തന്റെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. പോർച്ചുഗൽ ദേശീയ ടീമിന് വേണ്ടി 17 വർഷക്കാലമാണ് ഇദ്ദേഹം കളിച്ചിട്ടുള്ളത്. എന്നാൽ ഇദ്ദേഹം ജനിച്ചത് പോർച്ചുഗലിൽ അല്ല, മറിച്ച് ബ്രസീലിലായിരുന്നു. ബ്രസീലിയൻ ക്ലബ്ബായിരുന്ന കൊറിന്ത്യൻസ് അലഗോനോയിലൂടെയായിരുന്നു പെപ്പെ വളർന്നിരുന്നത്. പിന്നീട് പോർച്ചുഗലിലേക്ക് അദ്ദേഹം ചേക്കേറുകയായിരുന്നു. ബ്രസീലിനെ ഒഴിവാക്കി പോർച്ചുഗൽ ദേശീയ ടീമിനെയാണ് പിന്നീട് പെപ്പെ തിരഞ്ഞെടുത്തത്. പിന്നീട് പോർച്ചുഗലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളായി മാറാൻ ഈ ഒരു ഡിഫൻഡർക്ക് സാധിക്കുകയായിരുന്നു. ഇപ്പോൾ ഐതിഹാസികമായ ഒരു കരിയർ സൃഷ്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം കളിക്കളത്തിൽ നിന്നും മടങ്ങുന്നത്. പോർച്ചുഗലിന് വേണ്ടി കളിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് അഭിമാനമുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ പെപ്പെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരു പോർച്ചുഗീസുകാരനായതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. ഞാൻ പോർച്ചുഗലിൽ അല്ല ജനിച്ചത് എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ ഞാൻ എന്നെ സ്വയം ഒരു പോർച്ചുഗീസുകാരനായി കൊണ്ടാണ് പരിഗണിക്കുന്നത്. കാരണം പോർച്ചുഗൽ എനിക്ക് നൽകിയതിനോട് ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കും. ഏറ്റവും മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് ആരാധകർക്ക് തിരികെ നൽകാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പോർച്ചുഗൽ ദേശീയ ടീമിനോടൊപ്പം 2 കിരീടങ്ങൾ നേടാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായും ഒരുപാട് അഭിമാനം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇതാണ് പെപ്പെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കരിയറിലാകെ 878 മത്സരങ്ങളാണ് ഈ ഡിഫൻഡർ കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 34 കിരീടങ്ങൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. പോർച്ചുഗൽ ദേശീയ ടീമിന് വേണ്ടി ആകെ 141 മത്സരങ്ങൾ കളിച്ച ഈ ഡിഫൻഡർ 8 ഗോളുകളാണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. 10 വർഷക്കാലം റയലിന് വേണ്ടി കളിച്ച താരം കൂടിയാണ് ഇദ്ദേഹം. പെപ്പെ കഴിഞ്ഞ ആ ഒരു യൂറോ കപ്പിൽ പോലും മികച്ച പ്രകടനം പോർച്ചുഗലിന് വേണ്ടി പുറത്തെടുത്തിരുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. കാണാം.